നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോവള്ളൂർ. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക്. കോവൽ കൃഷി ഒരു 3 മാസത്തിന് മുമ്പ് നല്ലൊരു മൂത്ത കമ്പ് കൊണ്ട് നട്ടതാണ്. അതിനനുസരിച്ച് വളമെല്ലാം ചേർന്ന് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഞാൻ വളമൊക്കെ ഇട്ട് വീണ്ടും അത് പടർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് നെറ്റ് മേടിച്ച് കെട്ടിയിരിക്കുകയാണ്. നമുക്ക് ഒരു ആഴ്ച കൂടുന്തോറും നമുക്ക് കുറച്ച് പറിച്ച് നമുക്ക് തോരൻ വെക്കാനായാലും മെഴുക് പുരട്ടാനും എല്ലാം നമുക്ക് യഥേഷ്ടം കാണും. ഒറ്റമൂടെങ്കിലും ഒരു വീട്ടിലെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കോവൽ താഴെ വേണ്ടി കിടക്കുന്ന അങ്ങോട്ട് വള്ളിയിലോട്ട് കയറ്റി ഇടുക. ഈ ഉണങ്ങിയ തണ്ടൊക്കെ ഉണ്ടോ കോവൽ മുകളോട്ട് കയറ്റി വെക്കുക. അതൊക്കെയാണ് ഉണ്ടോ. നീ ഈ പൊട്ടിക്കിളിച്ചത് അറ്റമൊക്കെ കരിഞ്ഞതാണെങ്കിൽ അവിടെ വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും അത് മുകളോട്ട് വെച്ചാൽ നല്ല രീതിയിൽ പൊട്ടിക്കിളിച്ച് വീണ്ടും വരും. പിന്നെ കൂടെ ശ്രദ്ധിച്ചാൽ നല്ല വിളവ് കിട്ടും. 2 ആഴ്ച കൂടുന്തോറും നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ്, അതായത് കഞ്ഞിവെള്ളം ഉൾപ്പെടെ ഒന്ന് 2 ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് ശേഷം 2 ദിവസത്തിന് ശേഷം ഇച്ചിരി ചാമ്പലൂടെ വാരിയിട്ട് അതിൻ്റെ മൂട്ടിലോട്ട് ഒന്ന് മണ്ണിളക്കിയിട്ട് ഇട്ടാൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് നെറ്റ് മേടിച്ച് വലിച്ച് കെട്ടി നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അത് നല്ലതുപോലെ പടരുകയും ചെയ്യും. ഈ കോവലിൻ്റെ വള്ളികൾ, ഈ പ്ലാസ്റ്റിക് വള്ളികൾ വളക്കടകളിലോ മറ്റ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കിലോയുടെ പുറത്ത് 500 അതിനടുത്താവും. അല്ലെങ്കിൽ വീട്ടിലുള്ള വള്ളികൾ വെച്ച് കെട്ടിയാലും നല്ലപോലെ പടരും. ചിലവർ ഇടക്കയർ വെച്ച് നല്ലതൊരു പന്തൽ കെട്ടാറുണ്ട്. ഈ കോവൽ കായ്ക്കാൻ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് വേണം ഇത് നടുവാൻ. അതിൻ്റെ ഇലയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വെള്ളമൊഴിച്ച് നല്ലതുപോലെ പരിപാലിക്കാം. ഇനിയിപ്പോൾ സ്ഥലപരിമിതി ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ടെറസിൻ്റെ മുകളിൽ നമുക്ക് പന്തൽ കെട്ടി ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാം. സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ കോവൽ കൃഷി. ചിലവരെ മൂത്ത കമ്പ് വെട്ടി അങ്ങനെ പാകിയാണ് ഇത് കോവൽ കൃഷി ചെയ്യുന്നത്. ചിലവർ ഇതിൻ്റെ മൂടിൻ്റെ അടിയിൽ, വേരിൻ്റെ അടിയിൽ കിഴങ്ങ് ഇതിനകത്തുണ്ട്. ആ കിഴങ്ങ് നട്ടും ഇങ്ങനെ കോവൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഈ കോവൽ കൃഷി. ഇതിന് ഈ വള്ളികൾ വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് മുറിച്ചു വിടുന്നത്, അതായത് പ്രൂണിങ് ചെയ്യുക, മുറിച്ചു വിടുന്നത് പുതിയ വള്ളികൾ അതിൽ നിന്ന് പൊട്ടി മുളച്ച് പുതിയ കായ്കൾ ഇഷ്ടംപോലെ ഉണ്ടാവാനും നല്ലതാണ്. കോവയ്ക്കയിൽ ധാരാളം വിറ്റാമിൻസുകളും ധാരാളം ഫൈബറുകളും ഉണ്ട്. ഇതിനകത്ത് ഇത് പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തിന്നാം. തോരൻ വെച്ച് കഴിക്കുകയോ അവിയലിനകത്ത് വെക്കുകയോ മെഴുക് പുരട്ടാനൊക്കെ നല്ലതാണ് കോവയ്ക്ക. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഓരോ പച്ചക്കറികൾ ഇങ്ങനെ ഉണ്ടാക്കട്ടെ, അല്ലാതെ നമ്മുടെ TV-യുടെ പുറകെയൊക്കെ നടന്നാൽ ഒന്നും നടക്കത്തില്ല. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.